അതിദിവ്യമായ ഒരു വിഷ്ണുസ്തുതിയാണ് രുദ്രഗീതം അഥവാ യോഗാദേശം. പ്രചേതസ്സുകൾ എന്ന 10 പേർക്ക് സാക്ഷാൽ രുദ്രൻ ഉപദേശിച്ചതാണ് ഈ ദിവ്യസ്തുതി. ശ്രീ രുദ്രായ നമ. ശ്രീ വാസുദേവായ നമ. രുദ്രഗീതം. ജിതം ത ആത്മവിദ്ധുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാധം സർവസ്മാ ആത്മനേ നമ. ഭക്തൻ ഭഗവാന്റെ ഉത്കർഷത്തെ, അതായത് മേന്മയെ വർണ്ണിച്ചുകൊണ്ട് തനിക്ക് ആനന്ദത്തെ നൽകണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിക്കുന്നു. ആത്മവിദ്ധുര്യ സ്വസ്ഥയെ, ആത്മാവിനെ അറിഞ്ഞവരിൽ ശ്രേഷ്ഠരുടെ സ്വസ്തിക്കായി. തേജിതം, അങ്ങയാൽ ജയിക്കപ്പെട്ടിരിക്കുന്ന. മേ സ്വസ്തിയസ്തു, എനിക്ക് സ്വസ്തി ഭവിക്കണമേ, മംഗളം ഭവിക്കണമേ. ഭവതാരാധസ, അങ്ങയാൽ സ്വാനന്ദത്താൽ രാധം സിദ്ധമായിരിക്കുന്ന. സർവസ്മാ ആത്മനേ നമ, സർവരൂപനും അന്തര്യാമിയുമായ അങ്ങേക്ക് നമസ്കാരം. അല്ലയോ വിഭോ ഭവാൻ ആത്മജ്ഞപ്രമുഖന്മാർക്കെല്ലാവർക്കും സ്വസ്തിക്കായി വസിപ്പൂ സ്വാനന്ദത്തിൽ. എനിക്കും സിദ്ധിക്കണേ ആനന്ദം ഭക്തന്മാരെ അനുഗ്രഹിപ്പാൻ സർവമങ്ങേക്കു സിദ്ധമല്ലോ. സമസ്താത്മാവായ അന്തര്യാമിയായി വിളങ്ങിയിടും അമർത്യാധീശ ഭവാനായിക്കൊണ്ടു നമസ്കാരം. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ. സാമാന്യേന ഭഗവാനെ നമസ്കരിച്ച ശേഷം വിശേഷരൂപേണ നമസ്കരിക്കേണ്ടതായ ക്രമത്തെ ഉപദേശിക്കുന്നു. പങ്കജനാഭായ, ലോകോൽപത്തിക്കു കാരണമായിരിക്കുന്ന താമരപ്പൂവിനെ നാഭിയിൽ ധരിച്ചിരിക്കുന്നവനും. ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ, ഭൂതങ്ങൾ, സൂക്ഷ്മങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ ആത്മാവായിരിക്കുന്നവനും. ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ, ശാന്തനായും നിർവികാരനായും സ്വയം പ്രകാശിക്കുന്നവനുമായ വാസുദേവായ നമ, വാസുദേവനായിക്കൊണ്ട് നമസ്കാരം. പത്മനാഭനായി ഭൂതസൂക്ഷ്മേന്ദ്രിയങ്ങൾക്കെല്ലാം ആത്മാവായി കൂടസ്ഥനായി സ്വയം പ്രകാശനായി ശാന്തനായി ഭഗവാനായി ശ്രീവാസുദേവനാകും നിന്തിരുവടിക്കായി കൊണ്ടിതാ നമസ്കാരം. സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനേ. ദുരന്തായ നാശമില്ലാത്തവനും സൂക്ഷ്മായ സൂക്ഷ്മസ്വരൂപനായ അന്തകായ അന്തം വരുത്തുന്നവനുമായ സംഘർഷണായ ആദിശേഷനായിക്കൊണ്ട് നമസ്കാരം. വിശ്വപ്രബോധായ സർവജ്ഞാനസ്വരൂപനും അന്തരാത്മനെ അന്തരാത്മാവുമായിരിക്കുന്ന പ്രദ്യുമ്നായ നമ, പ്രദ്യുമ്നായിക്കൊണ്ട് നമസ്കാരം. നാശഹീനനായി സൂക്ഷ്മരൂപനായി അന്ധകൃത്തായി ഭാസിക്കും സംഘർഷണമൂർത്തിക്കായി നമസ്കാരം. ജ്ഞാനസ്വരൂപനായി സർവഭൂതാന്തരാത്മാവായി ഭാസിക്കും പ്രദ്യുമ്നായി കൊണ്ടിതാ നമസ്കാരം. നമോ നമോ നിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനേ നമ പരമഹംസായ പൂർണായ നഭൃതാത്മനേ സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷതേ നമ. ഋഷികേശേന്ദ്രിയാത്മനെ, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്ന. അനിരുദ്ധായ നമ, അനിരുദ്ധനായിക്കൊണ്ട് നമസ്കാരം. പൂർണായ നിഭൃതാത്മനെ,
പരിപൂർണനും ക്ഷയവൃത്തിയില്ലാത്ത സ്വരൂപമുള്ളവനും, ശുചിഷതേ അന്ധകരണത്തിൽ വസിക്കുന്നവനും, സ്വർഗാപവർഗദ്വാരായ സ്വർഗത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്ന പരമഹംസായ സൂര്യദേവനായി നിത്യം നമ എപ്പോഴും നമസ്കാരം. ഇന്ദ്രിയനാഥനാകും ചിത്തത്തെ പ്രേരിപ്പിച്ചു മിന്നിടും അനിരുദ്ധനായിക്കൊണ്ടു നമസ്കാരം. അന്ധവൃത്തികളേതുമില്ലാത്ത സമ്പൂർണനായി ജന്തുരാശി തന്നന്തക്കരണവാസിയായി സ്വർഗാപവർഗങ്ങൾക്കു പന്ഥാവായി വിളങ്ങിടും അർക്കദേവനായിക്കൊണ്ടു സന്തതം നമസ്കാരം. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ നമ ഊർജ ഇഷേത്രയ്യ പദയേ യജ്ഞരേതസേ. ഹിരണ്യവീര്യായ സ്വർണമാകുന്ന രേതസ്സോടു കൂടിയതും, ചാതുർഹോത്രായ ചാതുർഹോത്രം എന്ന വൈദിക കർമ്മത്തിനെ സാധിപ്പിക്കുന്നവനും, തന്തവേ വിസ്തരിപ്പിക്കുന്നവനുമായ ആഗ്നേയ നമ അഗ്നിരൂപനായ ഭഗവാനു നമസ്കാരം. ഊർജ ഇഷേ പിതൃ അന്നമായും ദേവാന്നമായും, യജ്ഞരേതസേ യജ്ഞസാധനങ്ങളെ ജനിപ്പിക്കുന്നവനുമായ ത്രയ്യാപതയേ നമ വേദപാലകനായ ചന്ദ്രസ്വരൂപനായ ഭഗവാനു നമസ്കാരം. പിതൃക്കൾക്കും അമർത്യർക്കും അന്നമായി മഖവസ്തുപ്രദനാം വേദപാലൻ ചന്ദ്രനായി നമസ്കാരം. സ്വർണരേതസ്സായി ചാതുർഹോത്രമായി തന്തുവായി വന്യരൂപനായിടും ഭഗവൻ നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ ശിവായ.